ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ തൃശ്ശൂർക്കാണ് പോകുന്നത്. തൃശ്ശൂർ പോകുന്ന റീസൺ വന്നിട്ട് ഇന്നൊരു PSCയുടെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതി. പാലക്കാട് തൃശ്ശൂർ പോകുന്ന വഴിക്ക് പറ്റുന്ന ഒരു ചെറിയൊരു വീഡിയോ എന്തൊക്കെ കാണുന്നു അതൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി പാലക്കാട് നിന്ന് എക്സാം സെൻറ്റർക്ക് ഏകദേശം ഒരു 61 കിലോമീറ്റർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കി ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തു. പിന്നെ അവിടെ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. തിരുനാലായി എത്തിയിട്ടുണ്ട്. അപ്പോൾ മഴ നല്ലപോലെ പെയ്തുകൊണ്ട് വെള്ളം നല്ലപോലെ ഉണ്ട്. ബ്രിഡ്ജിൻ്റെ അവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. നെക്സ്റ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് കണ്ണന്നൂരായിരിക്കും. ഇനി അവിടെ എത്തിയിട്ട് കാണാം. കണ്ണന്നൂരെത്തി. ഇനിയിപ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് റോഡാണ്, ഇനി എവിടെയും തിരിയാനില്ല. ഇനി കണ്ണന്നൂർ ടു ഇനി നേരെ മണ്ണുത്തി വരെ സ്ട്രെയിറ്റ് റോഡാണ്. കുഴൽമന്ന തറം ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ വടക്കഞ്ചേരി എത്താറപ്പോൾ വടക്കഞ്ചേരി കഴിഞ്ഞ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ റെയിൻകോട്ട് ഓൾറെഡി എടുത്തുകൊണ്ട് വേഗം റെയിൻകോട്ട് എടുത്തിട്ടു. പിന്നെ ഒക്കെ സെറ്റായി. പിന്നെ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തു. പിന്നെ നേരെ എത്തിയത് നമ്മുടെ വടക്കഞ്ചേരി ടോളെത്തും. ടോൾ എത്തിയത് അവിടെ മൊത്തം മഴ പോയി, ഫുൾ വെയിലായി. പിന്നെ റെയിൻകോട്ട് അടിക്കണ്ടെന്ന് കരുതി. ഇനിയിപ്പോൾ വീണ്ടും മഴ പെയ്താലോ എന്ന് കരുതി അഴിച്ചില്ല. അങ്ങനെ നേരെ കുതിരാൻ്റെ ടണലെത്തി ജസ്റ്റ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ടൈം ലാപ്സ് എടുത്തു. അപ്പോൾ അതിലാണ് കുറച്ച് ടിസ്റ്റായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ടൈം ലാപ്സ് ഇട്ട് പോകലിട്ടു ഉള്ളിൽ എൻ്ററാണ് ഇരുട്ടായിരുന്നുകൊണ്ട് അത് മൊത്തം ബ്ലാങ്കായി. പിന്നെ ഉള്ളിൽ എൻ്ററാവുന്ന ടൈമിലാണ് വീണ്ടും അത് വെളിച്ചം പോലെ വന്നത്. എക്സാം സെൻറ്റർ എത്താറായി. നേരെ പോയി തൃശ്ശൂർ നമുക്ക് ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്താൽ എക്സാം സെൻറ്ററായി. നേരെ എക്സാം സെൻറ്റർ നേരെ വണ്ടി റീച്ചായ ഉടനെ തന്നെ സമയം ഏകദേശം ഒരു 12-12:15 നേരെ വണ്ടി നേരെ കൊണ്ടുപോയി പാർക്കിംഗ് സ്ഥലം നോക്കി ജസ്റ്റ് ചുറ്റും നോക്കി. പിന്നെ നേരെ റൂം നമ്പർ നോക്കാൻ പോയപ്പോൾ റൂം നമ്പറിൻ്റെ ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. സമയം ഏകദേശമായി, വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഫുഡ് അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എക്സാം കയറാൻ സമയം കറക്റ്റായിരിക്കുമല്ലോ. നേരെ ഫുഡ് അടിക്കാൻ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു എക്സാം സെൻറ്ററിൻ്റെ. നേരെ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ചു. തിരിച്ച് നേരെ വന്നു. ഇനി നേരെ ബാഗ് വെച്ചിട്ട് നേരെ എക്സാം എഴുതാനുള്ള പുറപ്പാടായി. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ എക്സാം കഴിഞ്ഞു. ഇപ്പോൾ നേരെ ഞാൻ പ്ലാൻ ചെയ്തത് ഗുരുവായൂർ പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇപ്പോൾ അവിടെ നിന്നായിരുന്നു ഗുരുവായൂർക്കുള്ള റൂട്ട് മാപ്പ് ഇട്ടു. അവിടെ നിന്ന് ഇനിയിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനടുത്തുള്ള ട്രാവലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നേരെ ഗുരുവായൂർക്കുള്ളത് മാപ്പ് ഇട്ടു. നേരെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 5-5:15 നേരെ ഗുരുവായൂരെത്തി. വണ്ടി നേരെ കൊണ്ട് പാർക്ക് ചെയ്തു. പിന്നെ നേരെ ഉള്ളിലേക്ക് നടന്നു. അതുകൊണ്ട് നേരെ ഫ്രഷപ്പ് ആവണമല്ലോ. ഫ്രഷപ്പ് ആവണ സെറ്റപ്പ് നോക്കി നേരെ ഉള്ളിലേക്ക് കയറി. കാരണം ഇനി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ജസ്റ്റ് പോകുമ്പോൾ തന്നെ ഒരു ഫ്രണ്ട് വ്യൂ എടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോണത് ബാക്കി ദർശനം കഴിഞ്ഞ് വന്ന ശേഷമുള്ള ക്ലിപ്പായിരിക്കും. അങ്ങനെ ഏകദേശം ഒരു
ഒരു 6 മണിയാകുമ്പോഴേക്കും ക്യൂവിനുള്ളിൽ കയറി കഴിഞ്ഞു. ഒരു 6:30ക്കാണ് ഉള്ളിലേക്ക് വിട്ടത്. നേരെ തൊഴുത് ഇറങ്ങി നമ്മളത്തെ സമയം ഒരു 7:30 കഴിഞ്ഞു. 7:30 കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നേരെ ബാഗ് വാങ്ങി ഫോണെടുത്ത് പുറത്തുനിന്നൊരു വ്യൂവിൽ ക്ലിക്ക് എടുക്കാമെന്ന് കരുതി. എല്ലാം കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാനായിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. പുറത്ത് വന്നപ്പോൾ തന്നെ ശരണവണ്ണായിരുന്നു. നേരെ അവിടെ കയറി ഒരു റോസ്റ്റ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഒരു കാപ്പി പിടിച്ചു. എന്നിട്ടാലും പുറത്ത് നമുക്കൊരു ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ. കാരണം ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഫുൾ ഇട്ടാണുള്ളൂ. പിന്നെ അവിടെ നിന്ന് നേരെ പാലക്കാട് ഒരു 10:30 ആകുമ്പോഴേക്കും പാലക്കാട് എത്തി. ഇതായിരുന്നു ഇന്നത്തെ ഒറ്റ ദിവസത്തെ ഒരു വീഡിയോ.